ഇനി ചെയ്യേണ്ടത് നമുക്കിവിടെ വാഹനം റിവേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എനിക്കിത് ഇവിടെ ബാക്ക് സൈഡിലായിട്ട് അവിടെ ഒരു കാറ് കിടപ്പുണ്ട്, നമ്മുടെ തന്നെ ഒരു വണ്ടി കിടപ്പുണ്ട്. ആ വണ്ടിയെ മുട്ടാൻ പാടില്ല. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് വാഹനം ഇത്തരത്തിൽ ചെറിയ സ്പേസിൽ പാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ റിവേഴ്സ് എടുക്കണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് പല ആൾക്കാർക്കും ഒരു ഐഡിയ ഇല്ല. കാരണം സ്റ്റിയറിംഗ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിയുടെ ബോഡി നോക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേങ്കിൽ ടയറിൻ്റെ പൊസിഷൻ വ്യത്യസ്തമായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കുക, ടയറിൻ്റെ പൊസിഷൻ ഇവിടെ മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കറക്റ്റ് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് വാഹനം നമ്മുടെ ഇഷ്ടാനുസരണം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ ഇത്തരത്തിലൊരു വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു കൺട്രോൾ കിട്ടണം വാഹനത്തിന്. അതായത് ഒരുപാട് സ്പീഡ് കൂടാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടാനുസരണം പതിയാണ് നീക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നീക്കണം. അതിന് നിങ്ങൾ ഫുട് പെഡൽ കൃത്യമായിട്ടും, അതായത് ബ്രേക്കും ക്ലച്ചും ആക്സിലറേഷനും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം. ഇത് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിൽ ഓർത്ത് വെക്കുക. കാരണം നമ്മൾ ഓരോ ഭാഗവും കാൽക്കുലേറ്റ് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കണക്ക് കൂട്ടുന്നതിന് അപ്പുറമായിട്ട് വാഹനം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മൾ ആ കറക്റ്റ് പോയിന്റിൽ എവിടെയാണ് നമ്മൾ തിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്, അതിനൊരു പോയിന്റ് നമ്മൾ കണ്ടതിന് ശേഷം ആ പോയിന്റിനോട് അടുത്ത് നമ്മുടെ വാഹനം വരുമ്പോൾ കറക്റ്റ് ടൈമിൽ നിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ആ പോയിന്റ്സ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതായത് എവിടെ നമ്മൾ വണ്ടി നിർത്തണം, എങ്ങനെ തിരിയണം എന്നെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരുന്നു. നമ്മൾ ഇത്തരത്തിൽ ചെറിയ സ്പേസിൽ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ കാല് ബ്രേക്കിലും ക്ലച്ചിലും ആദ്യം നമ്മൾ പൂർണ്ണമായിട്ട് ചവിട്ടി സേഫായിട്ട് വാഹനത്തെ ചവിട്ടി നിർത്തുന്നു. എന്നിട്ട് വാഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്നു, കൃത്യമായിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കണം. അത് ഓർത്തോണം. ഇനി ചെയ്യേണ്ടത് നമുക്കിവിടെ വാഹനം റിവേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എനിക്കിത് ഇവിടെ ബാക്ക് സൈഡിലായിട്ട് അവിടെ ഒരു കാറ് കിടപ്പുണ്ട്, നമ്മുടെ തന്നെ ഒരു വണ്ടി കിടപ്പുണ്ട്. ആ വണ്ടിയെ മുട്ടാൻ പാടില്ല. ആ വണ്ടിയോട് ചേർന്ന് തന്നെ ആ ഒരു പുറക് ആ ഒരു ഭാഗത്ത് ചെറിയൊരു മതിലും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഒരു മതിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ മതിലേലും തട്ടാതെ വേണം നമ്മളുടെ വാഹനം ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി വരാൻ. എന്നാൽ ഇവിടുത്തെ ഒരു പ്രോബ്ലം നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഈ ഒരു മതിലാണ്. അപ്പം ഇവിടെ ഈ ഒരു മതിലെ നമ്മൾ തട്ടാതിരിക്കുക എന്നുള്ളത് നോക്കിയാൽ മതി. ഈ രണ്ട് സ്പേസുകളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഞാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ തിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്പേസുകൾ എവിടെയൊക്കെ നമ്മുടെ വണ്ടി തട്ടാൻ സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് ഒന്ന് പോയിന്റ് ചെയ്ത് ഓർത്ത് വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് പോകേണ്ടത് ഏത് സൈഡിലേക്കാണ്? വലത്തെ സൈഡിലേക്കാണ് ഇറങ്ങേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് വലത്തെ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഇപ്പോൾ പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്കാണ് ടയർ കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് റിവേഴ്സ് ഗിയർ കൊടുക്കുക. റിവേഴ്സ് ഗിയർ കൊടുത്ത് ഇനി ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സൈഡ് ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വണ്ടി ഇവിടുന്ന് വലത്തെ സൈഡിലേക്ക് ഒടിഞ്ഞിറങ്ങുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് കറക്റ്റായിട്ട് വലത്തെ സൈഡിലേക്ക് പോകും. ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് കൂടുതലായിട്ട് മാറും. കാരണം ഇങ്ങോട്ട് കൂടുതലായിട്ട് വണ്ടിയുടെ ബാക്ക് പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറും. എന്നിട്ട് ബ്രേക്ക് എന്ന് ഞാൻ പതുക്കെ കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് എപ്പോൾ വേണേലും നമുക്ക് ബ്രേക്കിലേക്ക് ചവിട്ടേണ്ടി വരും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കാലെടുത്ത് നമ്മൾ വെക്കുക. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. അതായത് ബ്രേക്ക് പെഡലിനോട് ചേർത്ത് കാല് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആക്സിലറേറ്ററിലും ബ്രേക്കിലേക്കും വേഗത്തിൽ വരാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു. എന്നിട്ട് പതുക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. ഓക്കെ, പതുക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് പതുക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്താൽ മതി. ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാനിത് ലെഫ്റ്റ് മിററിലൂടെ അവിടുത്തെ ആ ഒരു ഒബ്ജക്റ്റിൽ നമ്മുടെ വണ്ടി, അതായത് പുറകെ കിടക്കുന്ന വണ്ടിയെ തട്ടുമെന്ന് നോക്കുന്നു.
കൊടുക്കുന്നു. എന്നിട്ട് ക്ലച്ച് നയിച്ച് ഇത് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബൈക്ക് വലത്തേക്ക് പോകുന്നു. എന്നിട്ട് വണ്ടി ഞാൻ ഇവിടെ ഒന്ന് ചവിട്ടി നിർത്തുകയാണ്. ആദ്യം ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. കണ്ടില്ലേ? ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് ഇങ്ങോട്ട് കൂടുതലായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മളിത് ലെഫ്റ്റ് മിററിലൂടെ നോക്കുന്നു. ഈ സൈഡ് ക്ലിയർ ആയോ എന്ന് നോക്കുവാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് അയക്കുകയാണ്. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇത് വീണ്ടും ഈ സൈഡിലേക്ക് വരികയാണ്. കണ്ടില്ലേ? ഇപ്പം നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് ഇവിടെ എങ്ങും തട്ടാതെ കറക്റ്റായിട്ട് ഈ സ്പേസിൽ വന്നു. ഇനി ഈ സ്പേസിൽ വന്നു, ഇവിടെയും തട്ടത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടയറിനെ നേരെയാക്കി കൊടുക്കുക. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ റൈറ്റ് സൈഡിലേക്ക് പിടിച്ചേക്കുന്നു. ടയർ നേരെയാക്കാനായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒടിച്ചു പിടിച്ചാൽ ഒരു 1.5 റൗണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇപ്പം വലത്തെ സൈഡിലേക്കാണ് ഒടിച്ചു പിടിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇടത്തെ സൈഡിലേക്ക് 1.5 റൗണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കണം. അതായത് ഇവിടുന്ന് ഞാൻ ഈ ഒരു എംബ്ലം നോക്കിയിട്ട് ഒരു 1/2 റൗണ്ട്. ഓക്കെ, ഇപ്പോൾ എംബ്ലം കറക്റ്റ് നേരെയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും ഞാനിത് 1 റൗണ്ട് നോക്കുക. ഇപ്പോൾ വണ്ടിയുടെ ടയർ കറക്റ്റ് നേരെയാണ്. അപ്പോൾ ടയർ നേരെയാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്നിട്ട് അത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് അയക്കുക. എന്നിട്ട് പതിയെ ക്ലച്ച് ഒന്ന് അയച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി നേരെയാണ് പോകുന്നതെന്ന് മനസ്സിലാവും. മനസ്സിലായല്ലോ? ഉടൻ തന്നെ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടുക, ബ്രേക്ക് ചവിട്ടുക. ഓക്കെ, എന്നിട്ട് വീണ്ടും അത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത്, എൻ്റെ വണ്ടി അങ്ങോട്ടാണ് എനിക്ക് പോകേണ്ടത്. നോക്കുക, അങ്ങോട്ടാണ് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് പോകേണ്ടത്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് റോഡിലേക്ക് ഇറങ്ങിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് തിരിയാൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് കണക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് തിരിച്ച് നോക്കുക. എന്നിട്ട് ഇവിടെ ലോക്ക് ആകുന്നതിന് അത്രയും നമ്മൾ തിരിക്കുക. എന്നിട്ട് ലോക്കാക്കി പിടിക്കുക. ബ്രേക്ക് നയിക്കുന്ന സമയത്ത് ഇപ്പോൾ ചെറിയൊരു ഇറക്കത്തോട് കൂടിയ ഒരു സ്പേസിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ബാക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ബ്രേക്ക് നയിക്കുമ്പോൾ തന്നെ ഇറക്കത്തുള്ള സ്പേസ് ആണെങ്കിൽ ക്ലച്ച് ചവിട്ടുക. ബ്രേക്ക് നയിക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇതുപോലെ പതിയെ ബാക്ക് സൈഡിലേക്ക് റോഡിലേക്ക് ഇറങ്ങും. നിങ്ങൾ നോക്കിയേ, കണ്ടോ? അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഫ്രണ്ട് ഇവിടുന്ന് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറിക്കിട്ടും. ഇപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡിലേക്ക് വന്നു. അതായത് ഇടത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോകുമ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് റൈറ്റ് സൈഡ് നോക്കണം. ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്നറിയാൻ റൈറ്റ് സൈഡും കൂടെ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബ്രേക്ക് നിന്ന് അയച്ചയച്ച് ഞാനിതേ ബാക്ക് സൈഡ് നോക്കി, ലെഫ്റ്റ് സൈഡ് നോക്കി ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് റോഡിലേക്ക് വന്നു. നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്കാണ് സ്റ്റിയറിംഗ് പിടിച്ചേക്കുന്നത്. അപ്പം വലത്തെ സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ നേരെയാവും. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഈ എംബ്ലം നോക്കുക, ഒരു 1/2 റൗണ്ട് തിരിച്ചു കൊടുക്കുക. അതിനുശേഷം 1 റൗണ്ട് നമ്മൾ ഇങ്ങനെ തിരിക്കുക. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ നേരെ. എന്നിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു, പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വണ്ടി കറക്റ്റ് നേരെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കൊരു വാഹനം റിവേഴ്സിലേക്ക് ഏതൊരു ചെറിയ സ്പേസിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് കഴിയുന്നതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുക. ഒപ്പം നിങ്ങൾ കൃത്യമായിട്ട് തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ വണ്ടി എവിടെയൊക്കെ തട്ടുമെന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാകണം. എന്നിട്ട് ആ പോയിന്റുകൾ മനസ്സിലാക്കുക. ഇടത്തും വലത്തും തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് എങ്ങനെ തിരിയണം എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് കറക്റ്റായിട്ടൊന്ന് ഓർത്ത് ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും വീഡിയോകൾ കാണാം. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നൽകുക.